സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. ഇങ്ങനെ ടി വിക്കാർ ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഓസ്തൂർക്ക് കോടതിയിലേക്ക് കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ആളുകൾ ഓടി ടി വിക്കാരിങ്ങനെ പോണത് എങ്ങാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര ദയനീയമാണ് UDF സ്ഥിതി എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒരു 4-5 മാസം മുമ്പ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇതിന്റെ തൊട്ട് മുമ്പിൽ ഒരു ജീപ്പിന്റെ മേലെ കയറിയിട്ട് എല്ലാ വിഘടനവും കാണിച്ചുകൊണ്ടിരുന്ന ആളാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാരെ വെല്ലുവിളിച്ച് നടന്നിരുന്ന ആളാണ്. ഏതുതരം കോൺഗ്രസ്സാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ മുന്നണി തന്നെ കേരളത്തിൽ തകർന്നു വീഴും എന്നതിന്റെ സൂചനകളാണ് ഈ രൂപപ്പെട്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് UDF തകരുമെന്ന് വിജയരാഘവൻ. നിലമ്പൂർ LDF തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു CPM പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വാഹനത്തിന്റെ മുൻനിരയിൽ നിന്നും പ്രചരണം നയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ കീഴടങ്ങാൻ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നും വിജയരാഘവൻ പരിഹസിച്ചു. കേന്ദ്രം ഭരിക്കുന്നത് കോർപ്പറേറ്റുകൾ അധികാരത്തിലേറ്റിയ BJP സർക്കാരാണ്. 15 കോർപ്പറേറ്റുകൾ ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നെടുത്ത 36,000 കോടി തിരിച്ചടക്കാതെ രാജ്യം വിട്ടിട്ട് മാസങ്ങളായെന്നും വിജയരാഘവൻ പറഞ്ഞു. ഇവർ വിചാരിച്ചത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ഉപയോഗപ്പെടുത്തി LDF മൂന്നാം ഗവൺമെന്റ് വരുന്നത് ഒഴിവാക്കണം എന്നായിരുന്നു. ഞാൻ കൂടുതൽ സംസാരിക്കാതെ എല്ലാവർക്കും അറിയാം, നാം ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് ദുർബലന്റെ ഒരു ശബ്ദവും ഉയർന്നു പൊങ്ങില്ല എന്ന് നരേന്ദ്രമോദി ഉറപ്പാക്കുന്നുണ്ട്. ഇത്ര ദുരിതം നിറഞ്ഞൊരു കാലത്തിലൂടെ നമ്മൾ പോയിട്ടുണ്ടോ? അടിയന്തരാവസ്ഥ കാലത്തുള്ള അവകാശങ്ങൾ പോലും ഇപ്പോഴില്ല. പാവപ്പെട്ട തൊഴിലാളിക്ക് കൂലി ചോദിക്കാൻ പാടില്ല. കൂലി ചോദിച്ചാൽ പിടിച്ച് ഉള്ളിലിടും. കൂലി കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല മുതലാളി. തൊഴിലിന് സ്ഥിരതയില്ല, സാമൂഹ്യ സുരക്ഷയില്ല, ഒരവകാശവും ഉറപ്പാക്കുന്നില്ല. വെള്ളക്കാരൻ അനുഭവിച്ചു നൽകിയ അവകാശങ്ങൾ പോലും 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, വെള്ളക്കാരൻ ആദ്യം കൊണ്ടുവന്ന ഏറ്റവും സുഘടിതമായ നിയമമാണ്. അന്ന് രൂപം കൊണ്ട സംസ്ഥാന ഗവൺമെന്റുകൾക്കുള്ള അധികാരം ഇന്ന് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഇല്ലാതാക്കണം. തൊഴിലാളിയുടെ അവകാശങ്ങൾ ഇല്ലാതാവുകയാണ്, കർഷകന്റെ അവകാശങ്ങൾ ഇല്ലാതാവുകയാണ്. ഒരൊറ്റ അവകാശം മാത്രമേ ഇന്ത്യയിൽ പരീക്ഷിക്കപ്പെടുന്നുള്ളൂ. അത് കോർപ്പറേറ്റുകൾക്ക് നാടിനെ കൊള്ളയടിക്കാനുള്ള അവകാശമാണ്. നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, 15 മുതലാളിമാർ 36,000 കോടി രൂപ നമ്മുടെ ദേശസാൽകൃത ബാങ്കിൽ നിന്ന് വാങ്ങിയിട്ട് സ്ഥലം വിട്ടു പോയിരിക്കുക. അനേക വർഷങ്ങളായി ആ പൈസ തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഈ മുതലാളിമാർ ലണ്ടനിലും ന്യൂയോർക്കിലൊക്കെ വലിയ കൊട്ടാരവും വാങ്ങി അവിടെ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. ഇവിടുന്ന് കൊണ്ടേ പൈസയാ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF മികച്ച വിജയം നേടും. LDF സർക്കാരിന്റെ 3ാം തുടർച്ച ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. CPI നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി M മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് റസാഖ്, നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം, പരുന്തൻ നൌഷാദ്, സ്കറിയ കിനാന്തോപ്പിൽ എന്നിവർ സംസാരിച്ചു. LDF സ്ഥാനാർത്ഥികൾ അണിനിരന്ന തെരഞ്ഞെടുപ്പ് റാലിയും നിലമ്പൂരിൽ നടന്നു. കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ ചരിത്ര സമാനതകളില്ലാത്ത വികസന മുന്നേറ്റങ്ങളാണ് കേരള സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നവകേരള പ്രഖ്യാപനത്തിലൂടെ കേരള സമൂഹത്തിലെ ഭൂരിപക്ഷ കുടുംബങ്ങളും ഇന്ന് സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളായി മാറിയിരിക്കുന്നു. ജീവിതയാത്രയിൽ ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കാതിരിക്കുക. A+ വിഷൻ നിലമ്പൂർ.